കണ്ടിട്ടുണ്ടെങ്കിൽ, അവൻ നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, അവൻ ഗലീല തടാകത്തിൽ യേശു ചെന്നു. അവിടെ ഒത്തിരി പടകുകൾ ഉണ്ടായിരുന്നു, ധാരാളം പടകുകൾ അവിടെ കിടപ്പുണ്ട്. കാണാൻ ഭംഗിയുള്ള പടകുകളുണ്ട്, വലിയ പടകുണ്ട്, ചെറിയ പടകുണ്ട്. എല്ലാ പടകുമുണ്ടെങ്കിലും സ്വർഗത്തിലെ ദൈവം പത്രോസിന്റെ പടകിനെ തിരഞ്ഞെടുത്ത് അതിനകത്ത് കയറി നിൽക്കുവാൻ തക്കവണ്ണമിടയായി. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, അവൻ നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, അനേകത്തിന്റെ ചുറ്റുപാടുകൾ ഉണ്ടായിരുന്നിട്ട്, അനേകർ ഈ പട്ടണത്തിലുണ്ടായിരുന്നിട്ട്, അനേകർ ഈ ഗ്രാമത്തിലുണ്ടായിരുന്നിട്ട് അവനെ ഒന്നും തിരഞ്ഞെടുക്കാതെ സ്വർഗത്തിലെ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി പ്രത്യേകമായ ദൗത്യത്തിന് വേണ്ടി ഇന്നുവരെ ആരെയെ കൊണ്ടും ചെയ്തിട്ടില്ലാത്ത ചില അത്ഭുത ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്റെ ദൈവത്തിനെ തിരഞ്ഞെടുക്കുന്ന രാത്രിയാക്കി ഇന്ന് രാത്രി മാറ്റുമെന്ന് ദൈവാത്മാവ് വ്യക്തമായി ദൂത് പറയുന്നു. അത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. സ്വർഗത്തിലെ ദൈവം വെറുതെ ഒന്നും തിരഞ്ഞെടുക്കാറില്ല. അവൻ മറിയെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് അറിയാമോ? മറിയ അകത്തും പുറത്തും വിശുദ്ധയായിരുന്നു. നമ്മൾ പലരും പറയുന്നൊരു കാര്യമുണ്ട്, പാസ്റ്ററെ ഞാൻ അകത്ത് വലിയ വിശുദ്ധനാ, പുറത്ത് കണ്ടാ പറയത്തില്ലെങ്കിലും. ദൈവത്തിന് സ്തോത്രം. അവൻ ചിലർ പറയുന്നുണ്ട്, ചിലർ അകത്തൊരു വിശുദ്ധിയും കാണത്തില്ല, പുറത്ത് പക്ഷെ ഭയങ്കര വിശുദ്ധനായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരം കാണുന്നു, അവൻ ഞാൻ വിശുദ്ധനാകിയ നിങ്ങളും വിശുദ്ധരായിരിക്കും. സ്വർഗത്തിലെ ദൈവം ഒരു വ്യക്തിയെ ഉപയോഗിക്കുന്നതിന് മാനദണ്ഡം അവൻ ഏതെങ്കിലും ഒരിടത്തുള്ള വിശുദ്ധിയല്ല, അകത്തും പുറത്തും നീ വിശുദ്ധനാണെങ്കിൽ അവൻ സ്വർഗത്തിലെ ദൈവം ഈ തലമുറയിൽ നിന്ന് ഉപയോഗിക്കാൻ പോകുന്നുവെന്ന് ഇന്ന് രാത്രി വ്യക്തമായി ദൂത് പറയുന്നു. അത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അകത്ത് കന്യക മറിയാമും പുറത്ത് കമ്പോള മറിയമായിരിക്കരുത്. അകത്തും പുറത്തും നീ കന്യക മറിയാമാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി പുത്തൻ അഭിഷേകത്താൽ നിന്നെ നിറച്ച് പുറത്തു കൊണ്ടുവന്ന് ഇന്നുവരെ ആരും ചെയ്തിട്ടില്ലാത്ത ആത്മീക ശുശ്രൂഷ ചെയ്തെടുത്ത് ആത്മീക വൻമരങ്ങളെ കൊണ്ട് അഭിഷേകത്താൽ നിറച്ച് നിന്നെ എഴുന്നേൽപ്പിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് വ്യക്തമായി ദൂത് പറയുന്നു. ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. Glory to Jesus. Hallelujah. മറിയെ ദൈവമുണ്ട്. ഇനി എങ്ങനെ സംഭവിക്കും? ഇനി എങ്ങനെ സംഭവിക്കും? അത് നടക്കുമോ? എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്നോട് ദൂത് പറഞ്ഞത് സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ, നിന്നോട് ആലോചന പറഞ്ഞത് സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ അതിനെ നിവർത്തിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി ദൈവശക്തി പ്രാപിക്കുക. മരിച്ച് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ച ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ യേശു വന്നു കഴിഞ്ഞപ്പോൾ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞപ്പോൾ മറിയ പറഞ്ഞു, നടക്കും ഒടുക്കത്തെ ദിവസത്തിൽ. ആമേൻ. എന്നിട്ട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് രാത്രി എങ്ങനെ സംഭവിക്കും എന്ന് നീ ചോദിച്ച ചോദ്യമില്ലേ, അതിന് മറുപടി ഇന്ന് രാത്രി നീ വിശ്വസിക്കുമെങ്കിൽ, ഇന്ന് രാത്രി നീ വിശ്വസിക്കുമെങ്കിൽ യേശുവിൻ നാമത്തിൽ അത്ഭുതം നടക്കാൻ പോകുക, സൗഖ്യം നടക്കാൻ പോകുക. യേശുവിൻ നാമത്തിൽ വലിയ വിഷയം വ്യാപരിക്കുക. എനിക്കറിയാം ഇന്ന് രാത്രി ചില ബന്ധനങ്ങൾ പൊട്ടാൻ പോകുക. ഇന്ന് രാത്രി അഭിഷേകം ദൈവത്തിനും തന്നെ ചില കെട്ടുകളെ പൊട്ടിക്കാൻ പോകുക. അഭിഷേകം ഇന്ന് രാത്രി മുഖങ്ങളെ തകർക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയി പരീക്ഷ എഴുതിയിട്ട് തിരിച്ചു വന്ന് ആ പപ്പയോട് പറയും, മമ്മി ഈ ഉത്തരം എന്റെ സിലബസിലില്ലാത്ത, ഈ ചോദ്യം എന്റെ സിലബസിലില്ല, ഈ ചോദ്യത്തിന് ഉത്തരവില്ല. ആമേൻ. അമ്മ തിരിഞ്ഞും പറഞ്ഞു നോക്കും. 10ാം ക്ലാസ് മുസ്ലിം പാസ്സായ മമ്മി തിരിഞ്ഞും പറഞ്ഞു നോക്കിയിട്ട് മോനോട് പറയും, ശരിയാ മോനെ ഇത് സിലബസിലില്ലാത്തതാ, ഈ ചോദ്യത്തിന് ഉത്തരവില്ല. എന്നാൽ ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, അമ്മയ്ക്കും മോനും ഉത്തരമറിയത്തില്ലെങ്കിലും ചോദ്യമിട്ടവന് ഉത്തരമില്ല. വിശ്വസിക്കുന്നുണ്ട്? ചോദ്യമിട്ടവന് ഉത്തരമറിയാം. ഇന്ന് രാത്രി നിന്റെ പ്രശ്നം എന്റെ ദൈവം അറിഞ്ഞിട്ടാണ് വന്നതെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ പ്രശ്നം എന്റെ ദൈവം അറിഞ്ഞിട്ടാണ് വന്നതെങ്കിൽ,
ഒരു കത്തോലിക്ക പള്ളി. അവിടെ പരിശുദ്ധാത്മാവിനെ കുപ്പിക്കകത്ത് വിൽക്കാൻ പറ്റിയിട്ടുണ്ട്. 2 രൂപയ്ക്ക് പരിശുദ്ധാത്മാവ്, 5 രൂപയ്ക്ക് പരിശുദ്ധാത്മാവ്, 10 രൂപയ്ക്ക് പരിശുദ്ധാത്മാവ്. ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ അവിടെ പെന്തിക്കോസുകാരോടൊക്കെ കടകളിലൊക്കെ വെച്ചിട്ടുണ്ട് അനോയിന്റിങ് ഓയിൽ. ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ഇത് വാങ്ങിച്ചുകൊണ്ട് വരട്ടിയാൽ അഭിഷേകം കിട്ടുമെന്ന. അങ്ങനെയാണെങ്കിൽ അതിന് മറ്റുള്ള സമുദായക്കാർ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനെ എവിടാക്കി? കുപ്പിക്കകത്താക്കി. എന്നാൽ പെന്തിക്കോസുകാർ എവിടാക്കി എന്നറിയാമോ? കുപ്പിക്കകത്തല്ല, ബുദ്ധിക്കകത്താക്കി. ഇന്ന് രാത്രി നിന്റെ കൺട്രോൾ പരിശുദ്ധാത്മാവിനെ നീ കൺട്രോൾ ചെയ്ത്, പരിശുദ്ധാത്മാവിനെ നീ കൺട്രോൾ ചെയ്ത്, പരിശുദ്ധാത്മാവ് നിന്നെ കൺട്രോൾ ചെയ്യും. ഏൽപ്പിച്ചു കൊടുക്കും. ഇന്ന് രാത്രി അത്ഭുതം കാണാൻ പോകുക. നിന്റെ കണ്ണുകൊണ്ട് അത്ഭുതം കാണുന്ന രാത്രി, നിന്റെ കണ്ണുകൊണ്ട് സൗഖ്യം കാണുന്ന രാത്രി, നിന്റെ കൈ കൊണ്ട് സൗഖ്യം അത്ഭുതം ഇന്ന് രാത്രി തൊടാൻ പോകുക. യേശു നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചേർന്നിരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കും? അഭിഷേകം നുകങ്ങളെ തകർക്കും. അഭിഷേകം നുകങ്ങളെ തകർക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ ശക്തി ഈ ഗ്രൗണ്ടിനകത്ത് വ്യാപരിക്കുമ്പോൾ പിശാചി വെച്ച നുകങ്ങൾ ഇന്ന് രാത്രി തകർന്നു മാറും. യെസ്, നീ ഒരിക്കലും എഴുന്നേറ്റാതിരിക്കാൻ ശത്രു ബന്ധിച്ചൊതുക്കിയ ബന്ധത്തിൽ ഇന്ന് രാത്രി അഭികയങ്ങൾ പൊട്ടുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി അഭികയങ്ങൾ പൊട്ടുന്ന രാത്രിയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്ഭുതം നടക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ദൂതൻ താഴോട്ട് പറഞ്ഞു തന്നെ മെസ്സേജ് പറഞ്ഞ് അവസാനിപ്പിക്കാം. സമയം ഏകദേശം തീർന്നിരിക്കുകയാണല്ലോ. ഒടുവിൽ നമുക്ക് ആരാധിച്ച് വിടുതലെടുക്കാം. ദൈവത്തിന്റെ സ്തോത്രം. ഇങ്ങനെ പറഞ്ഞു താഴോട്ട് വന്നിട്ട് മറിയയോട് ദൂതൻ പറയുക, നീ എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചില്ലേ? അതിന് മറുപടി ഞാൻ പറയാം. ഒരു ഉദാഹരണം ഞാൻ പറയാം. നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്ത് ഉണ്ടല്ലോ, നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്ത് ഇന്നലെ വരെ നിന്റെ വീട്ടിൽ വടിയും കുത്തി വന്ന് എന്തുകൊണ്ട് മോളെ എന്നൊക്കെ ചോദിച്ചോണ്ടിരുന്ന അമ്മച്ചി ഉണ്ടല്ലോ, ഇന്ന് അമ്മച്ചി എഴുന്നേക്കാൻ വയ്യാതെ കട്ടിലെ കിടക്കുക. അവളുടെ വയറ്റിനകത്ത് 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്. അവളുടെ ഉദരത്തിനകത്ത്, അവളുടെ ഗർഭപാത്രത്തിനകത്ത് 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്. മറിയെ, നീ അതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചില്ലേ? ഞാൻ പറയാം, എലിസബത്തിന്റെ ഉദരത്തിനകത്ത് കുഞ്ഞിനെ ജനിപ്പിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ മറിയെ, നിന്റെ ഉദരത്തിനകത്ത് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ എനിക്ക് കഴിയത്തില്ലേ? വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് ശക്തമായിട്ട് പ്രസംഗിക്കണമെന്നുണ്ട്. എന്നാൽ എന്റെ 17-ാമത്തെ വയസ്സിൽ എനിക്ക് ഡയബറ്റിക് വന്നതാ. സ്തോത്രം, ഹല്ലേലൂയ. 26-ാമത്തെ വയസ്സിൽ എന്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 450 വരെ ഉയർന്നിട്ടുണ്ട്. ഞാൻ താഴെ പലപ്പോഴും തളർന്നു വീണിട്ടുണ്ട്. നടക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ വന്നു. അവൻ ഡോക്ടറിനോട് എടുത്തോണ്ട് പോയി. ഡോക്ടറിനോട് പറഞ്ഞു, നീ ഇൻസുലിൻ എടുത്തേ പറ്റത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. രാവിലെ ഇൻസുലിൻ എടുക്കണം, രാത്രി ഇൻസുലിൻ എടുക്കണം. ഉച്ചയ്ക്ക് നീ നോക്കി ഗ്ലൂക്കോമീറ്റർ കൂടെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത് ഇൻസുലിൻ എടുക്കണം. സ്തോത്രം, ഹല്ലേലൂയ. 1 വർഷമെടുത്തു, 2 വർഷമെടുത്തു, 3 വർഷമെടുത്തു, 4 വർഷം ഇൻസുലിൻ കുത്തി. ആമേൻ. ഞാൻ PYP പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് ഒരു പ്രാവശ്യം ട്രെയിൻ തിരുവല്ലയിലേക്ക് പോകുന്ന സമയം, കുമ്പനാടേക്ക് പോകുന്ന സമയം, ഞാൻ ട്രെയിനിനകത്ത് അതിന്റെ റെസ്റ്റോറന്റിനകത്ത് അതിന്റെ ടോയ്ലറ്റിനകത്ത് കയറി എന്റെ വയറിൽ ഞാൻ കുത്തിവെക്കുന്ന സമയത്ത് 3, 4, 5 പ്രാവശ്യം കുത്തിവെച്ചിട്ടാണ് ആമേൻ ഒരു പ്രാവശ്യം കുത്തിവെക്കാൻ പറ്റിയത്. അന്ന് ഞാൻ കണ്ണുനീരോടോട് പറഞ്ഞു, കർത്താവേ, നിനക്ക് കഴിയാത്തൊരു കാര്യവുമില്ല. സ്തോത്രത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ആമേൻ. എന്റെ ഇൻസുലിനെ മാറ്റാൻ എന്റെ ദൈവത്തിന് കഴിയും. ആമേൻ. എന്റെ കയ്യിൽ നിന്ന് സിറിഞ്ച്, ആമേൻ, ഇൻസുലിൻ ഞാൻ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. സ്തോത്രം. ഇതിന് യേശുവിന്റെ നാമത്തിൽ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഇൻസുലിൻ ഉപയോഗിക്കത്തില്ല. സ്തോത്രം, സ്തോത്രം. ചില ദിവസങ്ങൾ ഇൻസുലിൻ എടുത്തില്ല. ചില ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പോയി
പരിശോധിച്ചപ്പോൾ ഡോക്ടർ മുഴുവൻ ടെസ്റ്റും ചെയ്തിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഇനി ഇൻസുലിൻ എടുക്കേണ്ട, ദൈവം അത്ഭുതം ചെയ്തിരിക്കുന്നു. ഇന്ന് രാത്രി വിശ്വസിക്കാമോ? ആമേൻ. ഞാൻ ഏതോ കെട്ടികൾ പറഞ്ഞ് പ്രസംഗിക്കുകയല്ല, എന്റെ അനുഭവം പറഞ്ഞ് പ്രസംഗിക്കുക. യേശുവിന്റെ നാമത്തിൽ എന്നെ വിടുവിച്ച ദൈവത്തിന് ഇന്ന് രാത്രി ചില വ്യക്തികളെ വിടുവിക്കാൻ കഴിയും. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് രാത്രി കൊയറടിയായിക്കോണം നമ്മൾ ആരാധിക്കാൻ പോകുക. ആമേൻ. എല്ലാ പരിമിതികളുടെ അപ്പുറത്ത് സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി അത്ഭുതമാക്കാൻ പോകുക. ഒരു കാര്യവുമില്ല. യേശുവിന്റെ നാമത്തെ, യേശുവിന്റെ നാമത്തെ, യേശുവിന്റെ നാമത്തെ. ഒരു കാര്യം പറയാം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ദൂതൻ പറഞ്ഞു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ദൂതൻ പറയുന്ന കാര്യത്തിന് പുഷ്ടപ്പെട്ടു. അറിയാമോ? ഇനി അത്ഭുതം നടക്കണമെങ്കിൽ മറിയയുടെ സമ്മതം വേണം. മറിയയുടെ സമ്മതം വേണം. നമ്മളൊക്കെ സമ്മതം കൊടുക്കും. എവിടെ കൊടുക്കുന്നത് അറിയാമോ? ഓപ്പറേഷൻ തിയേറ്ററിനകത്തോട്ട് ഭർത്താവിനെ കയറ്റുമ്പോ, ബൈപ്പാസ് സർജറിക്ക് വേണ്ടി കയറ്റുമ്പോ ഇങ്ങോട്ടൊരു പേപ്പർ തരും. ആ പേപ്പറിനകത്ത് എഴുതി ഒപ്പിട്ട് കൊടുക്കും, എന്റെ ഭർത്താവിനെ വെട്ടിക്കീറി ബൈപ്പാസ് കൊല്ലുന്നതിനും സമ്മതം. സ്തോത്രം. അവൻ എന്റെ ദൈവം ഗ്യാരണ്ടി തരാൻ കഴിവുള്ളവനാണ്. അവൻ ലോകത്തിലെ ഡോക്ടർമാർക്ക് ഗ്യാരണ്ടി തരാൻ കഴിയാത്ത ഡോക്ടർമാർക്ക് നീ ഒപ്പിട്ട് കൊടുക്കുമെങ്കിൽ ഇന്ന് രാത്രി നിന്റെ സമ്മതത്തിന് മുമ്പിൽ, നിന്റെ സമ്മതത്തിന് മുമ്പിൽ എന്റെ ദൈവം പ്രവർത്തിക്കാൻ പോകുകയാണ്. ഓ ജീസസ്. ദൂതൻ മറിയോട് പിശാച് പറഞ്ഞു, മറിയെ സമ്മതിക്കരുത്, മറിയെ സമ്മതിക്കരുത്. സമ്മതിച്ചാൽ നിന്റെ മാനം നഷ്ടപ്പെടും, എന്റെ തല തകരും. നീ സമ്മതിച്ചാൽ അവൻ നീ സമൂഹത്തിൽ തള്ളപ്പെടും. നീ സമ്മതിച്ചാൽ ലോകത്തിന്റെ വേശി എന്ന് പറയും. നീ സമ്മതിച്ചാൽ നിന്റെ കുടുംബജീവിതം തകരും. ഓ മറുവശത്ത് ദൈവത്തിന്റെ ആത്മാവ് അവളോട് പറഞ്ഞു, മറിയെ നീ തകരും.